എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഞാനിന്ന് പുതിയ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത്, ചിക്കൻ മന്തി. അപ്പോൾ സമയം കളയുന്നില്ല, ലെറ്റ്സ് സ്റ്റാർട്ട്. ആദ്യം ഞാൻ മന്തിക്കുള്ള മസാല തയ്യാറാക്കുകയാണ്. മസാലേൻ്റെ കൂട്ട് ഞാൻ ഓൾ സെറ്റ് ചെയ്ത് വെച്ചതാണ്. നേരത്തെ ടപ്പേന്ന് ചെയ്യുന്ന സമയമില്ല. ഞാൻ എടുത്തിരിക്കുന്നത് പെരുംജീരകം, സാദാ ജീരകം, മല്ലി, കുരുമുളക്, ഒരു വെളുത്തുള്ളി ചേർക്കുന്നുണ്ട്. പിന്നെ കറുവപ്പട്ടേൻ്റെ ഇല, അതിലേക്ക് കാർഡമോം, ഏലക്കായും സ്റ്റാർ പോലെയുള്ള ജാതിപത്രി ചേർക്കേണ്ടതാണ്. അതിൻ്റെ കയ്യിലില്ല, അതുകൊണ്ട് ഞാൻ ഗരം മസാലയാണ് ചേർക്കുന്നത്. ഉള്ളവർ അത് ചേർക്കാം. അപ്പം ഇതൊന്നും ഇല്ലെങ്കിൽ ചെറുതായിട്ട് ചൂടാക്കി എടുത്തതാണ്. എന്നിട്ട് നമുക്കൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കേണ്ടതുണ്ട്. ഞാൻ മിക്സിയിൽ നന്നായി പൊടിച്ച് വെച്ചിരിക്കുന്നു. അത് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി ഫ്രിഡ്ജിൽ നിന്ന് ചിക്കൻ എടുക്കാൻ പോവാണ്. ചിക്കൻ നേരത്തെ വാങ്ങി ഫ്രിഡ്ജിലിട്ട് വെച്ചതാണ്. അതൊന്ന് സെറ്റാക്കി കഴുകി വൃത്തിയാക്കി സെറ്റാക്കി എടുക്കണം. അപ്പോൾ ഞാൻ കഴുകി വൃത്തിയാക്കിയ ചിക്കൻ പീസുകൾ മന്തിക്കായിട്ട് പീസാക്കിയതാണ്. മന്തിക്കായിട്ട് പീസാക്കിയാൽ നല്ല ഫ്രഷായിട്ട് കറിക്ക് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് പാർട്ടിക്കിൾസ് ആഡ് ചെയ്യാം. ഇൻഗ്രീഡിയൻസ് ഇനി കുറച്ച് മുളക് പൊടി ചേർക്കുന്നുണ്ട്. കുറച്ച് മതി. ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. ഒരു മഞ്ഞൾപ്പൊടി ചേർക്കുന്നത് നല്ലതാണ്, വിഷാംശങ്ങൾ പോകുമെന്നാണ് പറയാറ്. അപ്പം ഞാൻ കുറച്ച് ചേർത്തിട്ടുണ്ട്. എല്ലാത്തിലും രണ്ടും കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്യുന്നതല്ലേ. അപ്പം എനിക്ക് എന്തൊരു സമാധാനക്കേട്, ഞാൻ എത്തിയില്ല മഞ്ഞൾപ്പൊടി ചേർത്ത്. ഞാൻ ഇവിടെ നിന്നാണ് കുക്ക് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇനി കുറച്ചുകൂടി ഒന്ന് ഞാൻ ഗരം മസാല ചേർക്കുന്നത്. എൻ്റെ അടുത്ത് ചില പാർട്ടികൾസ് ഈ സ്റ്റാറുമായുള്ള കാർഡമോമ്, ഗ്രാമ്പൂ, ഇതൊന്നും എൻ്റെ കയ്യിലില്ലായിരുന്നു. ഉള്ളതാണ് ഞാൻ പൊടിയിൽ മിക്സർ ഗ്രൈൻഡറിൽ ചേർത്തിരിക്കുന്നത്. ബാക്കിയുള്ളത് നമുക്ക് ഇനി കിട്ടും. ഇതിൻ്റെ ടേസ്റ്റും കൂടെ വരണമല്ലോ ചിക്കനിൽ നന്നായിട്ട്. അപ്പം അതുമായി ഇനി നമ്മൾ നേരത്തെ ഗ്രൈൻഡ് ചെയ്ത് വെച്ച പൊടിച്ച് വെച്ച ഈ പൊടികൾ കുറച്ച് ചേർക്കേണ്ടതുണ്ട്. ആ ടേസ്റ്റ് നമുക്ക് ചിക്കനിലേക്കും കിട്ടിയിരുന്നല്ലോ. അപ്പം ഞാൻ എൻ്റെ കയ്യിൽ വെച്ചിട്ടാണ് കേട്ടോ എടുക്കുന്നത്. സഹായിക്കാനൊന്നും ഇപ്പോൾ ആരുമില്ല. അതുകൊണ്ട് കുറച്ച് ഞാൻ ഇങ്ങോട്ട് എടുത്ത് ഇതിൽ ചേർക്കുന്നുണ്ട്. ഓക്കെ, ഇത് മതിയേ. ഓക്കെ, ഇനി ഉപ്പിൻ്റെയും കൂടെ ഉപ്പിൻ്റെ ആവശ്യമുണ്ട്. ഞാൻ ഉപ്പ് പൊടിയാണ് ചേർക്കുന്നത്. ആവശ്യമുള്ളവർ കല്ലുപ്പും ചേർക്കാം കേട്ടോ. മതിയെന്ന് തോന്നുന്നു, നമുക്ക് നോക്കാം. ഓക്കെ, ഞാനൊരു ആവശ്യത്തിന് ഇത്തിരി ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓയിലും കൂടെ ചേർക്കണ്ട. ഞാൻ ഓയിലും കൂടെ ചേർക്കുന്നുണ്ട്. ഓക്കെ, ഇനി ഞാൻ നന്നായിട്ടൊന്ന് പരത്തട്ടെ. ഇതിൻ്റെ പ്രഷറും എല്ലാം കൂടെ ചേർത്ത് നല്ലോണം പരത്തി വെക്കണം. ഞാൻ ഇത് തുറക്കാൻ പോവുകയാണ്. അതിന് മുമ്പേ വേറെ ഒന്ന് ചെയ്യാൻ വിട്ടുപോയിട്ട് വെച്ചിട്ടുണ്ട്. കോർക്കുകൊണ്ട് ഒരു ഇതിലേക്ക് ഇപ്പോൾ പാത്രത്തിലേക്ക് മാറ്റി ദ്വാരം ഇടണം. ഓക്കെ, കുറച്ച് കുത്തി വെക്കണം. ഇനി ഇതിലാണ് എൻ്റെ കയ്യിൽ കോർക്കില്ല, അതുകൊണ്ട് ഞാൻ റൈസ് വേവിക്കാൻ പോകുന്നത് പപ്പടക്കോലെടുത്തിട്ടാണ് കേട്ടോ. കോർക്കെടുത്തിട്ട് ഞാൻ പപ്പടക്കോലെടുത്തിട്ട് ലേശം അടി കട്ടിയുള്ള പാത്രമാണിത്. ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. കുറേ ഫോൾക്ക് ഇടാം കേട്ടോ. നല്ല ഉള്ളിലേക്ക് മസാലയൊക്കെ നല്ലോണം ഇറങ്ങിയിട്ടുള്ളൂ. മസാലയൊക്കെ നല്ലോണം ഉള്ളിലേക്ക് പിടിച്ചുള്ളൂ. ഇങ്ങനെ ഇത് ഒരു കയ്യിൽ വെച്ച് ഒറ്റ കൈ കൊണ്ട് ചെയ്യുന്നതുകൊണ്ട് ചെറിയൊരു ഇതുണ്ട്. സാരമില്ല, നമുക്ക് മാനേജ് ചെയ്യാം. ഓക്കെ, അങ്ങനെ ചെയ്ത് കൊടുക്കണേ.
അപ്പോൾ ഞാനിത് നല്ലോണം പുരട്ടി വെച്ച് മാരിനേറ്റ് ചെയ്ത് വെച്ച് ഇനി ഞാനിത് കുക്കറിലേക്ക് ഇട്ടിട്ട് ഒരല്പം വേവിക്കണം, പകുതി വേവിക്കണം. നമുക്ക് വേവിച്ചെടുക്കാം. ഞാൻ കുക്കറിലാണ്, ചിലർ ആവിയിൽ വേവിച്ചെടുക്കുന്നവരുണ്ട്. ഞാൻ കുക്കറിലാണ്. ടൈം കുറവാണ്, ഞാനിപ്പോൾ ഈവനിങ്ങിലാണ് ഉണ്ടാക്കുന്നത്, പെട്ടെന്ന് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഞാൻ കുക്കറിൽ ഇട്ടൊന്ന് വേവിച്ചെടുക്കട്ടെ. അടി വറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ശകലം വെള്ളം ചേർത്തിട്ടുണ്ട്, ശകലം മതി. അപ്പോൾ ഞാനിത് ഫ്ലെയിമിലേക്ക് വെക്കാൻ പോവാണ്. അപ്പോൾ ഞാനിത് ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. നമുക്ക് വെയിറ്റ് ചെയ്യാം വിസിൽ വരാൻ വേണ്ടിയിട്ട്. അരി എടുത്തിട്ടുണ്ട്. ഞാൻ ഇന്ത്യ ഗേറ്റിൻ്റെ ബസുമതി റൈസാണ് വാങ്ങിയത്. അതാണ് മന്തി തയ്യാറാക്കാനായിട്ട് എടുത്തിരിക്കുന്നത്. ഞാൻ ഈ ഗ്ലാസിൻ്റെ 2 ഗ്ലാസ്സാണ്, രണ്ട് ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്. ഈ ഗ്ലാസ്സിന് 2 ഗ്ലാസ് അരി. നമുക്കിതൊന്ന് നല്ലോണം കഴുകണം. അപ്പോഴേ ഞാൻ നന്നായിട്ട് കഴുകിയിട്ട് വെള്ളമൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ വിസിൽ വരാനായിട്ടുണ്ട്. ഞാനിപ്പോൾ വിസിൽ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ കുക്കറിനാണ് ഇതുണ്ട്, ഇങ്ങനെ ഞെക്കി കൊടുത്തില്ലെങ്കിൽ ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. അപ്പം ഓക്കെ, അപ്പം നമുക്കൊന്ന് ഓഫാക്കി വെക്കാം. ഫ്ലെയിം ഓഫാക്കാവേ. ഓക്കെ, ഞാനൊന്ന് നല്ലോണം ഇതായിക്കോട്ടെ. നമുക്ക് ഇതിൽ തന്നെ നോക്കാം. ഞാൻ ഫ്ലെയിം സിമ്മിലാക്കിയത് കുറച്ചിടാം. നമുക്ക് ഇതിലേക്ക് സവാള ഇറക്കണം. ഞാൻ അരിഞ്ഞ് ചോപ്പ് ചെയ്ത് വെച്ചതാണ് സവാള, ഗ്രീൻ ചില്ലി, ജിഞ്ചർ, വെളുത്തുള്ളി, ഗാർലിക്. അപ്പം നമുക്ക് സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇതിലേക്ക് ഇടണം. ഇത് വഴറ്റി കൊടുക്കണം, നന്നായിട്ട് വഴറ്റാം. ബ്രൗൺ നിറാവുന്ന വരെ നമുക്കൊന്ന് വഴറ്റാം. നോക്കൂ, ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായി അരിഞ്ഞിട്ടുണ്ട്. എല്ലാവരും ഇതിൽ ക്യാപ്സിക്കം ചേർക്കും. ക്യാപ്സിക്കം എൻ്റെ കയ്യിലില്ല, അതുകൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല. ഇത് ചെറിയൊരു ബ്രൗൺ നിറാവുന്ന വരെ വഴറ്റാവേ. അപ്പോൾ ഞാൻ ചോപ്പ് ചെയ്ത മുറിച്ച് നടു പിളർന്ന 2 പച്ചമുളകും ഇങ്ങോട്ട് ഇടുകയാണ്. നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കണം. 2 ഗ്ലാസ്സിലേക്ക് ആയതുകൊണ്ട് ഞാൻ ഒരു സവാളേൻ്റെ അടുത്ത് ഒരു ഇടത്തരം സവാളയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കുറച്ചേ യൂസുള്ളൂ, കാരണം അധികം ആയാലും ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുകയാണ്, ഫസ്റ്റ് ടൈം. അപ്പം ചെറിയൊരു ബ്രൗണിഷ് കളർ വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. അതിൻ്റെ മുമ്പേ ഞാൻ ചേർക്കുന്നത്, നമ്മൾ നേരത്തെ ചിക്കൻ വേവിച്ചില്ല, അതിൻ്റെ ഈ വെള്ളമുണ്ട്, അത് നമ്മൾ ഇതിലേക്ക് ഒഴിക്കാം.
അതിലാണ് നമ്മൾ റൈസ് വേവിക്കാൻ പോകുന്നത്. ഓക്കെ, അത് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് റൈസ് ഇടാം. നേരത്തെ കഴുകി വാർത്ത് വെച്ച ബസുമതി റൈസ് ഇങ്ങോട്ട് ഇടുവാണ്. ഞാൻ അരിയൊക്കെ ചേർത്തിട്ടുണ്ട്. ഇപ്പം വെള്ളത്തിൻ്റെ കാര്യം പറയുമ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. വെള്ളത്തിൻ്റെ കാര്യം പറയുമ്പോൾ അരിയിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് മേലെ ആയിട്ട് വെള്ളം വെക്കണം. ഓക്കെ, അതിലേക്ക് ഞാൻ ഉണക്കനാരങ്ങ ചേർക്കുകയാണ്, ഡ്രൈ ലെമൺ. പിന്നെ സാധാ ലെമൺ ചേർക്കണം, അതിൻ്റെ അടുത്തില്ല, അതുകൊണ്ട് ഞാൻ ചേർക്കുന്നില്ല. പിന്നെ മാഗീൻ്റെ ചിക്കൻ ക്യൂബ്സ് ഒന്ന് ചേർക്കുന്നുണ്ട്. ഓക്കെ, എൻ്റെ ഇത്തിരി ഉപ്പ് കുറവാണ് ഇട്ടത്, ഞാൻ കുറച്ചുകൂടി ഒന്ന് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഓക്കെ, ഇതെല്ലാം കൂടെ ഞാനൊന്ന് മിക്സ് ചെയ്യട്ടെ. ഓക്കെ, നമുക്ക് ഇതിലേക്ക് വെക്കാം. അപ്പം ഞാൻ അടപ്പുകൊണ്ടൊന്ന് മൂടി വെക്കാം. ജസ്റ്റ് മൂടി വെക്കുക, എയറിലും ഇടണ്ട. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ മൂടി വെക്കുക. കുറച്ചൊന്ന് ഫ്ലെയിം ഒന്ന് കൂട്ടി വെക്കട്ടെ കേട്ടോ. ഓക്കെ, ഇനി അതൊന്ന് സെറ്റാവട്ടെ. വെന്തിട്ട് അരി ഒന്ന് വേവിക്കാം. ചിക്കനൊക്കെ നമുക്ക് ഒന്നും കൂടി ഇനി ഒന്ന് പൊരിച്ചെടുക്കാനുണ്ട്. അപ്പോൾ ഒന്നും കൂടി ഒന്ന് പെരട്ടാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ പൊടിച്ച് വെച്ച പൊടിയും രണ്ടാമത്തെ ചിക്കൻ ക്യൂബുണ്ട്, അതും കൂടെ നന്നായിട്ടൊന്ന് ഒരു ക്രീമായിട്ട് പെരട്ടിയെടുക്കാൻ പോവാണ്, ക്രീമാക്കാണ്. ഓക്കെ, അപ്പോൾ ഞാൻ എല്ലാം കൂടി ഒന്ന് ക്രീം പരുവത്തിലാക്കി. ഇനി നമുക്കിതൊന്ന് പെരത്തിയെടുക്കാം. ഒന്നുകൂടി ഒന്ന് പെരത്തി വെക്കാം. എന്നിട്ട് ഇങ്ങോട്ട് ഇട്ട് പരത്താം. മാമ TV കാണുകയാണ്, അതിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട് അല്ലേ? ഉണ്ടല്ലേ? അപ്പം ഞാനത് നല്ലോണം ഒന്ന് പെരത്തി വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് പൊരിച്ചെടുക്കണം. നമ്മൾ റൈസ് ഇത് അവിടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ കുറച്ച് നേരം വെച്ച് വെള്ളമൊക്കെ വറ്റി ഒന്ന് ഇളക്കി നോക്കട്ടെ. വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പം പാകം വെന്ത് വന്നിരിക്കണം. നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണ്ട. ഞാൻ ഫ്ലെയിം ചിക്കൻ പീസുകൾ ഞാൻ ഗ്രില്ലിലാണ് പൊരിക്കുന്നത്. അധികം തീയൊന്നും വരുന്നില്ല, ശ്രമിക്കുന്നുണ്ട്. തീ കനലിൽ ചുട്ടെടുക്കാൻ വിചാരിച്ചു. അയ്യോ, പോയി. ഗ്രില്ല് ചിക്കൻ ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട് ഗ്രില്ലിൽ. അടുപ്പിലെ കനലും വെച്ച് ഇതൊന്ന് സെറ്റാക്കി എടുക്കട്ടെ കേട്ടോ, ഈ പരുവം. അപ്പോൾ ഓക്കെ, നമുക്ക് ഇതൊന്ന് സെറ്റാവട്ടെ, സെറ്റായിക്കോട്ടെ. ഫൈനലി എൻ്റെ ചിക്കൻ മന്തി റെഡി ആയിട്ട് കേട്ടോ. അടുപ്പ് ചുട്ടതുകൊണ്ടാണ് കറുത്ത കളർ പോലെ കിടക്കുന്നത്, പക്ഷെ കറക്റ്റ് വേവാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഫീഡ്ബാക്കും കൂടെ പറഞ്ഞിട്ട് അപ്ലോഡ് ചെയ്യാൻ വെച്ചിട്ടാണ് ഞാൻ ചാടിക്കയറി അപ്ലോഡ് ചെയ്യാഞ്ഞത്.
മന്തിയൊക്കെ കഴിച്ച് നിർത്തി ഇറങ്ങിയതാണ്. നല്ല ടേസ്റ്റ് ആയിരുന്നു, കറക്റ്റ് വേവ്, ടേസ്റ്റ്, ഒരു കറക്റ്റ് മന്തിയായിരുന്നു. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്യാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വേഗം വരാൻ ശ്രമിക്കാം. എല്ലാവർക്കും ഒരു ശുഭരാത്രി നേരുന്നു. അപ്പോൾ ബൈ. സൈനിങ് ഔട്ട് ഓഫ് ശില്പ വിനായർ, ഏഞ്ചൽസ് യൂണിവേഴ്സ് ചാനൽ.